മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. രോഗിയാണെങ്കിലും പാപിയാണെങ്കിലും തിരിച്ചു വരൂ മകനേ. ഓ മക്കളേ മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. നിന്നുടെ പാപങ്ങൾ ഘോരമാണെങ്കിലും മായ്ക്കുവാൻ ക്രൂശിലെ യാഗമില്ലേ. നിന്നുടെ പാപങ്ങൾ ഘോരമാണെങ്കിലും മായ്ക്കുവാൻ ക്രൂശിലെ യാഗമില്ലേ. അന്നവൻ പേറിയ ക്രൂശു നിർമ്മിച്ചത് നിന്നുടെ പാപമെന്നോർക്കുകില്ലേ. ആ ക്രൂശിലേക്കൊന്നു നീ നോക്കുകില്ലേ. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. അന്നവൻ നിന്റെ പാപങ്ങൾ മായ്ക്കുവാനായി മാംസവും ചോരയും നൽകിയില്ലേ. അന്നവൻ നിന്റെ പാപങ്ങൾ മായ്ക്കുവാനായി മാംസവും ചോരയും നൽകിയില്ലേ. രൂപവും ഭാവവും നോക്കാതെ തന്നെ മാറോടു ചേർക്കുവാൻ വിളിച്ചതല്ലേ. നിന്നെ സ്വന്തമായി നേടുവാൻ വന്നതല്ലേ. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. രോഗിയാണെങ്കിലും പാപിയാണെങ്കിലും തിരിച്ചു വരൂ മകനേ. ഓ മക്കളേ മകനേ മകളേ തിരിച്ചു വരുവാൻ
യേശു നിന്നെ മാടി വിളിക്കുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 21 മുതലായ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മർക്കോസ് 10:21 മുതൽ. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി പോയിക്കളഞ്ഞു. യേശു ചുറ്റും നോക്കി തൻ്റെ ശിഷ്യന്മാരോട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസമെന്ന് പറഞ്ഞു. അവൻ്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. എന്നാൽ യേശു പിന്നെയും, മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം! ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയൂടെ കടക്കുന്നത് എളുപ്പമെന്ന് ഉത്തരം പറഞ്ഞു. അവർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷപ്രാപിപ്പാൻ ആർക്ക് കഴിയുമെന്ന് തമ്മിൽ പറഞ്ഞു. യേശു അവരെ നോക്കി, മനുഷ്യർക്ക് അസാധ്യം തന്നെ, ദൈവത്തിന് അല്ലതാനും. ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്നാണ് കർത്താവ് പറയുന്നത്. സമ്പന്നൻ, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. അത് കേൾക്കുമ്പോൾ ഒരു തെറ്റായ ധാരണ നമ്മുടെ മനസ്സിൽ വരാവുന്നതാണ്. ധനമുള്ളവർ അപ്പോൾ സ്വർഗ്ഗത്തിൽ പോവുകയില്ലേ? അത് വലിയ കഷ്ടമായ കാര്യമാണല്ലോ. പണം ഉണ്ടാകുന്നത്, ധനം ഉണ്ടാകുന്നത് ഒരു അപകടമാണല്ലോ എന്ന് ചിന്തിച്ചു പോകാറുണ്ട്. അന്ന് ശിഷ്യന്മാർക്കും ഈ സംശയം ഉണ്ടായി. കർത്താവ് പറഞ്ഞത് കേട്ട ശിഷ്യന്മാർക്കും ഇതേ സംശയമുണ്ടായി. യേശു ചുറ്റും നോക്കി തൻ്റെ ശിഷ്യന്മാരോട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്ന് പറഞ്ഞു. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം എന്ന് ഉത്തരം പറഞ്ഞു. ഒരു ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുക ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ ധനവാൻ ദൈവരാജ്യത്തിൽ പോവുക എന്നുള്ള പ്രയാസമാണ്, സാധ്യമല്ലാത്ത കാര്യമാണ് എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു. ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. അവർ അമ്പരപ്പോടെ നിൽക്കുകയാണ്, വിഷമിച്ച് നിൽക്കുകയാണ്. എന്താണ് കർത്താവ് പറയുന്നത്? ഇപ്പോൾ പണക്കാരും ദൈവരാജ്യത്തിൽ പോകില്ലെന്നാണോ കർത്താവ് പറയുന്നത്? ഇതിൻ്റെ അർത്ഥം എന്താണ്? അവരുടെ വിസ്മയം കണ്ടും അവരുടെ ഹൃദയത്തിൽ ഉയരുന്ന ചോദ്യങ്ങൾ മനസ്സിലാക്കിയും കർത്താവ് അവർ പറഞ്ഞു, മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. സമ്പത്തിൽ ആശ്രയിക്കുക, പണത്തിലുള്ള ആശ്രയം. അവൻ പക്ഷേ പൈസ ഉള്ളവനായിരിക്കണമെന്നില്ല, പക്ഷെ ദരിദ്രനായിരിക്കാം. എന്നാൽ സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കിടക്കുന്നത് എത്ര പ്രയാസം. സമ്പത്തിലുള്ള ആശ്രയം, സമ്പത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റ്, സമ്പത്തിനുള്ളതായ അഫെക്ഷൻ, പണത്തോടുള്ളതായ നമ്മുടെ താല്പര്യം, പണത്തിന് വേണ്ടിയുള്ളതായ നമ്മുടെ ആർത്തി, പണത്തിന് വേണ്ടിയുള്ളതായ നമ്മുടെ ദാഹം, അതാണ് അപകടകരമായി തീരുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ധനം സമ്പാദിക്കുക എന്നുള്ളതാണെങ്കിൽ എങ്കിൽ നമുക്ക് ദൈവരാജ്യത്തിൽ പോകാൻ സാധിക്കുകയില്ല. ലക്ഷ്യം എന്താണ്? ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അന്ന് ആ പ്രമാണിയായ മനുഷ്യൻ വന്ന് കർത്താവിന് മുമ്പിൽ മുട്ടുകുത്തുകയാണ്. സാധാരണ പ്രമാണിമാരാരും കർത്താവിന് മുമ്പിൽ വരാറില്ല. അവരെല്ലാം ദൂരെ നിന്ന് പുച്ഛിക്കുകയാണ് പതിവ്. പ്രമാണിമാരെല്ലാം, പ്രത്യേകിച്ചും പള്ളി പ്രമാണിമാർ, ദൂരെ നിന്ന് വിമർശിക്കുകയാണ് ചെയ്യാറുള്ളത്. നേരിട്ട് അടുക്കൽ വരാറില്ല. അവരടുക്ക വരുന്നുണ്ടെങ്കിൽ കർത്താവിനെ പരിഹസിക്കുവാനോ പുച്ഛിക്കുവാനോ അല്ലെങ്കിൽ കർത്താവിനെ പിടിക്കുവാനോ ആണ് വരുന്നത്. എന്തെങ്കിലും കുടുക്ക് ചോദ്യം ചോദിക്കാനാണ് വരുന്നത്. എന്നാൽ അന്ന് ആ പ്രമാണിയായ മനുഷ്യൻ അങ്ങനെയല്ലായിരുന്നു. ഒരു നല്ല ലക്ഷ്യമുള്ള ഒരാളാണ്, ഒരു നല്ല ലക്ഷ്യബോധമുള്ള ഒരു യുവാവാണ്. നാം വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 24-ാം വാക്യം വായിക്കാം. അവിടെ ആ പ്രമാണിയായ മനുഷ്യൻ വന്ന് കർത്താവിന് മുമ്പിൽ മുട്ടുകുത്തുകയാണ്. നമുക്ക് വായിക്കാം ലൂക്കോസ് 18:24. ഒരു പ്രമാണി അവനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രമാണി അവനോട് ഞാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കും. നല്ല ഉദ്ദേശം, നല്ലൊരു യുവാവ്, പ്രമാണിയായ മനുഷ്യൻ. അവൻ്റെ ലക്ഷ്യം നല്ലതാണ്. ദൈവരാജ്യത്തിൽ കടക്കണം, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം, നിത്യജീവൻ പ്രാപിക്കണം.
നല്ലൊരു ലക്ഷ്യത്തോടെ വന്നു. വരേണ്ടയാളുടെ അടുക്കൽ തന്നെ വന്നു. ചോദിക്കേണ്ട ചോദ്യം തന്നെ ചോദിച്ചു. ശ്രദ്ധിക്കൂ, ചോദിക്കേണ്ടതായ ഒരു ചോദ്യം, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉയർന്നു വരേണ്ടതായ ചോദ്യമാണ് ചോദിച്ചത്. ഏതൊരു മനുഷ്യൻ്റെയും ഉള്ളത്തിൽ വരേണ്ടതാണ്. നിത്യജീവൻ പ്രാപിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് നിത്യജീവൻ വേണം, നിത്യസ്വർഗം എനിക്ക് വേണം, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ന്യായമായ ചോദ്യമാണ്, ചോദിക്കേണ്ട ചോദ്യമാണ്. അത് ചോദിക്കേണ്ട ആളോടാണ് ചോദിച്ചത്, ക്രിസ്തുവിനോടാണ് ചോദിക്കുന്നത്. സത്യമായും ക്രിസ്തുവിനോടാണ് ചോദിക്കുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? കർത്താവ് പറഞ്ഞു, കൽപ്പനകൾ പ്രമാണിക്കണം. അറിയാൻ പാടില്ലേ നിനക്ക്? കർത്താവ്, എനിക്കറിയാം കൽപ്പനകൾ പ്രമാണിക്കണം. ഞാനത് ചെറുപ്പം മുതലേ പ്രമാണിച്ചു വരുന്നു. ഇത് പ്രമാണിച്ചു വരുന്നു. അവൻ പറയുന്നിടത്ത് വളരെ നല്ല ബോധ്യത്തോടുകൂടിയാണ്. നിത്യജീവൻ പ്രാപിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് അവൻ അറിയാവുന്നിടത്തോളം എല്ലാം അവൻ ചെയ്തിട്ടാണ് വരുന്നത്. ചെറുപ്പം മുതലേ ഇത് പ്രമാണിച്ചുകൊണ്ടാണ് വരുന്നത്. ചെറുപ്പം മുതലേ ഒരു ആത്മീയ പശ്ചാത്തലം അവനുണ്ട്. ഒരു മതപശ്ചാത്തലം മാത്രമല്ല, ആത്മീയമായ പശ്ചാത്തലം അവനുണ്ട്. ആത്മീയമായ ചില ലക്ഷ്യബോധം അവനുണ്ട്. ആത്മീയമായി അവനെ മുന്നോട്ട് പോകണമെന്നും ദൈവരാജ്യത്തിൽ എത്തണമെന്നുള്ളതായി ആഗ്രഹമുണ്ടെന്ന് മാത്രമല്ല, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. വെറുതെ ആഗ്രഹം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അവൻ അതിനുവേണ്ടിയുള്ള റിസ്ക് എടുക്കാൻ തയ്യാറാണ്, അതിനുള്ള കോസ്റ്റ് കൊടുക്കാൻ തയ്യാറാണ്. അവൻ ചെറുപ്പം മുതലേ കൽപ്പനകൾ പ്രമാണിച്ചു വരുന്നു. നല്ലൊരു ചെറുപ്പക്കാരൻ, വളരെ നല്ലൊരു ചെറുപ്പക്കാരൻ. കർത്താവ് അവനെ ഉറ്റുനോക്കി. കർത്താവ് അവനെ സ്നേഹിച്ചു. നാം വായിക്കുന്ന വാക്യം എങ്ങനെയാണ്? കർത്താവ് അവനെ സ്നേഹിച്ചു. മർക്കോസ് 10:21 വായിക്കുന്നത്, കർത്താവ് അവനെ നോക്കി അവനെ സ്നേഹിച്ചു. കർത്താവ് അവനോട് സ്നേഹമായി, ഒരു പ്രത്യേക സ്നേഹം, പ്രത്യേക വാത്സല്യം. നല്ലൊരു ലക്ഷ്യത്തോടെ, നല്ല ആഗ്രഹത്തോടെ കർത്താവിൻ്റെ അടുക്കൽ നിത്യജീവനം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു വരുന്നയാളോട് കർത്താവിന് സ്നേഹം വരും. സ്വാഭാവികമാണത്. ജീവനുള്ള ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ തരാനാണ്. നിത്യജീവൻ്റെ അവകാശം നമുക്ക് തരാനാണ്. നിത്യജീവൻ നമുക്ക് തരാനായിട്ട് വന്ന ക്രിസ്തു നിത്യജീവൻ്റെ കാര്യം ചോദിച്ചുകൊണ്ട് ഒരാൾ വരുമ്പോൾ അത് ആത്മാർത്ഥമായ ചോദ്യമാണെന്ന് കാണുമ്പോൾ കർത്താവ് സന്തോഷിക്കും. കർത്താവ് അവനെ നോക്കി അവനെ സ്നേഹിച്ചു. കർത്താവ് അവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി, അവൻ്റെ ജീവിതത്തിലേക്ക് നോക്കി, അവൻ്റെ ശരീരത്തിലെ രക്തഘടനയിലേക്ക് നോക്കി, അവൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷതകളിലേക്ക് നോക്കി. കർത്താവ് പറഞ്ഞു, ഒരു കാര്യം, ഒരു കുറവ് നിനക്കുണ്ട്. നിത്യജീവൻ പ്രാപിക്കാൻ തടസ്സമായി ഒരു കുറവ് നിനക്കുണ്ട്. നീ ഒരു കാര്യം ചെയ്യുക. നിനക്ക് നിൻ്റെ ധനത്തോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. നിനക്ക് പണത്തിലൊരു ആശ്രയമുണ്ട്, പണത്തിലൊരു അഭിമാനമുണ്ട്. നിൻ്റെ സമ്പത്തിൽ നിനക്കൊരു താല്പര്യമുണ്ടെന്ന് മാത്രമല്ല, നിനക്കതിലൊരു അഭിമാനമുണ്ട്, അതിൽ അഹങ്കാരവുമുണ്ട്. നീ പണം ഉണ്ട് എന്നുള്ളതിൽ നിനക്കൊരു സന്തോഷമുണ്ട്. മോനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ ഒരു കാര്യം നിനക്ക് പറഞ്ഞു തരാം. നിനക്കൊരു കുറവുണ്ട്. പണത്തോടുള്ളതിൻ്റെ ആശ്രയം അത് അപകടമാണ്. ദ്രവ്യത്തിലുള്ള ആശ്രയം, ദ്രവ്യാഗ്രഹം അവൻ്റെ മനസ്സിൽ കൂടി ചിന്തകൾ ഇങ്ങനെ പാഞ്ഞു പോവുകയാണ്. അന്യായമായി ഞാൻ സമ്പാദിച്ചിട്ടില്ല, ആരുടെയും തട്ടിപ്പറിച്ചെടുത്തിട്ടില്ല, ആരുടെയും കവർന്നിട്ടില്ല, വളരെ ശുദ്ധോദ്ദേശത്തോടെ ഞാൻ ജീവിച്ചിട്ടല്ലേ ഉള്ളൂ. എന്താണ് ഈ പറയുന്നത്? ഞാൻ അങ്ങനെ പണത്തിന് വേണ്ടി ഒരു വേണ്ടാത്ത കാര്യങ്ങൾക്ക് പോയില്ലല്ലോ, പണം അവിഹിതമായി ഞാൻ സമ്പാദിച്ചില്ലല്ലോ, പിന്നെ എന്താണ് യേശു എന്നെ കൊണ്ട് ഇങ്ങനെ പറയുന്നത്? അവൻ ചിന്തിക്കണം, ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. എന്തെല്ലാം ചിന്തകൾ എൻ്റെ മനസ്സിൽ കൂടി പോയി കാണും. ഈ യേശുവിൻ്റെ കൂടെ നടക്കുന്ന എല്ലാവരും ഇങ്ങനെ എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തവരാണോ? അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് ക്രിസ്തുവിന് പിന്നാലെ ഇങ്ങനെ ഭിക്ഷാന്തേഹിയെപ്പോലെ, സന്യാസികളെപ്പോലെ നടക്കാനാണോ കർത്താവ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അവന് ഒന്നും മനസ്സിലാക്കാൻ പറ്റാതെ വിഷമിക്കുകയാണ്. ഒരു വലിയ കൺഫ്യൂഷൻ എൻ്റെ ഹൃദയത്തിൽ, വലിയ ചിന്താകുഴപ്പം എൻ്റെ ഹൃദയത്തിൽ. മനസ്സിലാകുന്നില്ല എന്താണ് കർത്താവ് ഉദ്ദേശിച്ചത്. യേശു ക്രിസ്തു ഉദ്ദേശിച്ചത് എന്താണ് അവന് മനസ്സിലായില്ല. ആരോടും ക്രിസ്തു ഇങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. എത്രയോ പേര് കർത്താവിൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിച്ചു. ആരോട് നിങ്ങൾ ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ എൻ്റെ പിന്നാലെ വരിക പറഞ്ഞിട്ടില്ല. എനിക്ക് മാത്രം ഇങ്ങനെ ഒരു പ്രത്യേക നിർദ്ദേശം തന്നത് എന്താണ്? മറ്റാർക്കും കൊടുക്കാത്തൊരു നിർദ്ദേശം എനിക്ക് തന്നത് എന്താണ്? അവൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ വരുന്നു, സംശയങ്ങൾ വരുന്നു, ചിന്താക്കുഴപ്പങ്ങൾ വരുന്നു. അവൻ വല്ലാതെ മനസ്സ് കലങ്ങി. നിത്യജീവൻ പ്രാപിക്കാൻ ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ, യേശു പറഞ്ഞതാണ് ശരിയായ രീതിയെങ്കിൽ എല്ലാം വിൽക്കണം, ദരിദ്രർക്ക് കൊടുക്കണം, പിന്നെ യേശുവിൻ്റെ പിന്നാലെ വരണം. അതെന്നെക്കൊണ്ട് സാധിക്കുമോ? അവൻ ചിന്തിക്കുകയാണ്, അതെന്നെക്കൊണ്ട് സാധിക്കുമോ? അതേതായാലും പറ്റില്ല. പക്ഷേ നിത്യജീവൻ പ്രാപിക്കുകയും വേണം. നിത്യജീവൻ പ്രാപിക്കണമെന്നത് ആഗ്രഹമുണ്ട്, പക്ഷേ എല്ലാം വിൽക്കണമെന്ന് പറഞ്ഞത് പ്രയാസമുള്ള കാര്യമാണ് താനും. ഈ രണ്ട് ചിന്താഗതിയുടെ മധ്യത്തിൽപ്പെട്ട് അവനിങ്ങനെ വിഷമിക്കുകയാണ്. അവൻ്റെ മനസ്സ് നട്ടം തിരിയുകയാണ്. അവന് ദുഃഖമായി. അവൻ വളരെ
ദുഃഖിതനായി പോയി കളഞ്ഞു. യേശു അവനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. യേശുവിൻ്റെ ഹൃദയത്തിൽ വേദനയില്ലേ? ഉണ്ട്, യേശുവിൻ്റെ ഹൃദയത്തിൽ വേദനയുണ്ട്. അവന് കൊടുത്ത നിർദ്ദേശം അവൻ പാലിച്ചില്ലല്ലോ. വചനം അവന് വേണ്ടിയുള്ള പ്രത്യേക വചനമാണ്, അത് പാലിച്ചില്ലല്ലോ. അവന് വേണ്ടിയുള്ളതായ പ്രത്യേക വചനം അവന് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതേ അധ്യായത്തിൽ, മർക്കോസ് 10-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്. 10-ാം അധ്യായം 28-ാം വാക്യം നമുക്ക് വായിക്കൂ. പത്രോസ് അവനോട്, ഇതാ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു തുടങ്ങി. പത്രോസ് കർത്താവ് പറഞ്ഞു, കർത്താവേ, ആ ചെറുപ്പക്കാരൻ പോയി, അവൻ എല്ലാം വിടാൻ തയ്യാറല്ല. പക്ഷേ ഞങ്ങളെ കർത്താൻ നിനക്കറിയാമല്ലോ, ഞങ്ങളെല്ലാം വിട്ട് നിൻ്റെ പിന്നാലെ വരികയാണ്. ഞങ്ങൾ സകലവും വിട്ട് നിൻ്റെ പിന്നാലെ വരുന്നു. തൊഴിൽ വിട്ടു, ഞങ്ങളുടെ തൊഴിൽ രംഗം വിട്ടു, ഗലീലക്കടൽ വിട്ടു, മീൻപിടുത്തം വിട്ടു, ഞങ്ങളുടെ മുക്കുവ തൊഴിൽ വിട്ടു, എല്ലാം വിട്ട് വരികയല്ലേ. ഈവൻ കുടുംബത്തെപ്പോലെ ഞങ്ങൾ വിട്ടിരിക്കുന്നു. കുടുംബത്തിൻ്റെ സ്ഥിതി എന്താണത് ഞങ്ങളുടെ ചിന്താ വിഷയമല്ല. ഞങ്ങൾ സകലം വിട്ട് നിൻ്റെ പിന്നാലെ വന്നിരിക്കുകയല്ലേ. ഞങ്ങൾ സകലം വിട്ട് നിൻ്റെ പിന്നാലെ വന്നിരിക്കുന്നു. അതിനെ യേശു, എൻ്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഉപദ്രവങ്ങളോടും കൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുകയാണ്. എൻ്റെ നിമിത്തം, എൻ്റെ പേരിൽ, സുവിശേഷത്തിൻ്റെ പേരിൽ, എൻ്റെ പേരിലും സുവിശേഷത്തിൻ്റെ പേരിലും, എൻ്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീട്, സഹോദരന്മാർ, സഹോദരികൾ, അമ്മ, അപ്പൻ, മക്കൾ, നിലങ്ങൾ, ഇതെല്ലാം വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ 100 മടങ്ങ് വീടുകളെ കിട്ടും, 100 മടങ്ങ് സഹോദരന്മാരെ കിട്ടും, 100 മടങ്ങ് സഹോദരികളെ കിട്ടും, 100 മടങ്ങ് അമ്മമാരെ കിട്ടും, 100 മടങ്ങ് മക്കളെ കിട്ടും, 100 മടങ്ങ് നിലങ്ങളെ കിട്ടും. പക്ഷേ ഒരു കാര്യം, ഉപദ്രവങ്ങളോടുകൂടി ആയിരിക്കുമെന്ന് മാത്രം. ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാം. എൻ്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വിടുകയാണെങ്കിൽ ഇതൊന്നും നഷ്ടപ്പെടുകയല്ല, 100 മടങ്ങെല്ലാം ലഭിക്കുകയാണ്. ഇത് കർത്താവിൻ്റെ ഉള്ളത്തിലുണ്ട്. പക്ഷേ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞില്ല. എന്നാൽ കർത്താവ് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ പക്ഷേ എല്ലാം വിട്ടായിരിക്കുമല്ലോ. ചിന്തിക്കാം, ഒന്ന് മുൻകൂട്ടി കർത്താവ് കാര്യം പറഞ്ഞിരുന്നെങ്കിൽ എല്ലാം വിടാൻ തയ്യാറാകുമായിരുന്നല്ലോ, എല്ലാം വിടാൻ തയ്യാറായി വരുമായിരുന്നല്ലോ, ഒന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ. എന്നാൽ ശിഷ്യന്മാർക്ക് അവർക്ക് കൊടുക്കുകയാണ് നിർദ്ദേശം, നിങ്ങളെല്ലാം വിട്ടെന്ന് പറയുന്നില്ലേ, എങ്കിൽ 100 മടങ്ങ് വീടുകളെയും 100 മടങ്ങ് സഹോദരന്മാരെയും 100 മടങ്ങ് മാതാപിതാക്കളെയും 100 മടങ്ങ് നിലങ്ങളെയും എല്ലാം ഉപദ്രവങ്ങളോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. തന്നെയല്ല, ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് നിങ്ങൾക്ക് നിത്യജീവനം കിട്ടും എന്ന് ഞാൻ നിങ്ങളോട് സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഈ കാര്യം കർത്താവിൻ്റെ ഉള്ളത്തിലുണ്ട്. പക്ഷേ ആ യൗവനക്കാരനോട് കർത്താവ് അത് പറഞ്ഞില്ല. അതൊരു സത്യമാണ്, കർത്താവ് പറഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളും വിശ്വസിക്കൂ, ഇന്നും ഈ വചനം പ്രസക്തമാണ്. ദൈവത്തിന് സ്തോത്രം. ആത്മാർത്ഥമായി വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് നിഷ്പക്ഷമായി നോക്കിയാൽ, നിഷ്കളങ്കമായി നിങ്ങൾ നോക്കിയാൽ കാണാം എങ്ങനെയാണ് അവർ അഭിവൃദ്ധിപ്പെട്ടതെന്ന്. അത്ഭുതം തോന്നും. തൊട്ടതിനുള്ളതായ അഭിവൃദ്ധിയായിരിക്കും. എല്ലാ കാര്യങ്ങളിലും സമൃദ്ധിയായിരിക്കും. എല്ലാ കാര്യങ്ങളിലും സമാധാനമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും. എനിക്ക് സ്വന്തം സഹോദരനില്ല. ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. 13ാമത്തെ വയസ്സിൽ മരിച്ചു. എനിക്ക് അപ്പനില്ല, സഹോദരനില്ല, അമ്മയും പെങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റപ്പെട്ട കുടുംബം, ദുഃഖം സഹിക്കുന്നൊരു കുടുംബം, ആകെ ശോകമുഖമായ ഒരന്തരീക്ഷം, വാടി മൂടിയ അന്തരീക്ഷം. ചിരിയില്ല, വർത്തമാനമില്ല, ആഘോഷങ്ങളില്ല, വിരുന്നുകളില്ല, ആകെ അസ്വസ്ഥമായ അന്തരീക്ഷം.
മൂകതയും ശോകവും തളം കെട്ടിയ അന്തരീക്ഷം. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങൾ പറയട്ടെ, എന്നാൽ ഞാൻ എൻ്റെ ഹൃദയം യേശുക്രിസ്തുവിന് കൊടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചതിന് ശേഷം എത്രയെത്ര സഹോദരീ സഹോദരന്മാർ, എത്രയെത്ര ഭവനങ്ങൾ, എത്രയെത്ര സ്നേഹിതന്മാർ, ആത്മാർത്ഥമായി എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന, എൻ്റെ ക്ഷേമം ആഗ്രഹിക്കുന്ന എത്രയോ സഹോദരീ സഹോദരന്മാർ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എവിടെയെല്ലാം എന്തെല്ലാം കുറവുണ്ടായിരുന്നോ എല്ലാ കുറവുകളും നിവർത്തി തരും ദൈവം. ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങളുടെ കാര്യം വിശ്വസിക്കൂ, എല്ലാം ക്രിസ്തുവിൻ്റെ നാമത്തിലാണോ വിടുന്നത്, വിട്ടാൽ എല്ലാം 100 മടങ്ങ് ലഭിക്കും. ക്രിസ്തുവിൻ്റെ നാമത്തിലാണോ വിടുന്നത്, സകലവും വിട്ട് കർത്താവിൻ്റെ പിന്നാലെ പോകാൻ നിങ്ങൾ തയ്യാറാണോ? ഇത് വിടുക എന്ന് പറഞ്ഞാൽ അതിനോടുള്ള മാനസികമായ അറ്റാച്ച്മെൻറ്റ് വിടുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതെല്ലാം എത്ര കാലത്തേക്കുണ്ട് എന്നുള്ള തിരിച്ചറിവ്, എല്ലാം എത്ര നാളത്തേക്കുണ്ട് എന്ന തിരിച്ചറിവ്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ഇതെല്ലാം എത്ര നാളത്തേക്കുണ്ട് എന്നുള്ളതായ ആ ഒരു തിരിച്ചറിവോടുകൂടി നാം ഓരോന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റുക. ദൈവത്തിന് സ്തോത്രം. സൈഡൻ എന്ന് പറയുന്ന സ്ഥലത്ത് ആളുകൾ മണ്ണിൽ പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ കുറേ കുടങ്ങൾ, ചെമ്പ് കുടങ്ങൾ മണ്ണിൻ്റെ അടിയിൽ, വളരെ അടിയിൽ. വേലക്കാർ അതെടുത്ത് പൊക്കി, പണിക്കാർ. നല്ല കനം. തുറന്നു നോക്കിയപ്പോൾ സ്വർണ്ണ നാണയങ്ങളാണ്. ചെമ്പ് കുടങ്ങളിലെല്ലാം സ്വർണ്ണ നാണയങ്ങളാണ്. അയ്യോ, ആരാണ് ഈ മണ്ണിൽ ഇതെല്ലാം കൊണ്ടുവന്ന് വെച്ചത്? അവർക്ക് മനസ്സിലായില്ല. അവർ അത് ഓരോരുത്തരും അതിനുവേണ്ടി തർക്കിക്കാൻ തുടങ്ങി. ഈ ഞാനാ കണ്ടുപിടിച്ചത്, എനിക്ക് വേണം. തർക്കിച്ചപ്പോഴത്തേക്കും ആ വാർത്ത പരന്നു. അത് അവർക്ക് ആർക്കും കിട്ടിയില്ല. അത് അപ്പാടെ അത് മുഴുവനും അവരുടെ കയ്യിൽ കിട്ടാതെ അതെല്ലാം വേറെ ചിലരെ കൈവശമാക്കി. അവരുടെ കയ്യിൽ നിന്ന് പിന്നീട് വേറെ കൈമാറി വേറെ കൈവശമാക്കി. സംഭവിച്ചെന്താണെന്നറിയാമോ? അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഇതെല്ലാം സ്വന്തമാക്കിയെടുത്തു. അലക്സാണ്ടർ ചക്രവർത്തി പടയോട്ടക്കാലത്ത് ഇതെല്ലാം സ്വന്തമാക്കിയെടുത്തു. ചക്രവർത്തി അതെല്ലാം സംഭരിച്ചു. വിജയോന്മത്തനായി ചക്രവർത്തി മുന്നേറിപ്പോവുകയായിരുന്നു. സാമ്രാജ്യം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സിന്ധു നദീതടങ്ങളിൽ എത്തിയപ്പോഴേക്കും ചക്രവർത്തിക്ക് ഏതോ ചില അസുഖങ്ങൾ വരുന്നത് പോലെ തോന്നി. അങ്ങനെ ചക്രവർത്തി തിരികെ പോകുമ്പോൾ ചക്രവർത്തിയുടെ രോഗം വല്ലാതെ വർദ്ധിച്ചു. 33-ാമത്തെ വയസ്സിലാണ്. അദ്ദേഹം ഒരു കാര്യം ചെയ്തു. അത് തൻ്റെ വിശ്വസ്തരോട് പറഞ്ഞു, തൽക്കാലം ഇവിടെ കുഴിച്ചു മൂടുക. ഇത് ഗ്രീസിലേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല, ഇവിടെ കുഴിച്ചു മൂടുക. അവിടെ കുടത്തിലാക്കി കുഴിച്ചു മൂടി. ഇത് ആർക്കും അനുഭവിക്കാൻ പറ്റിയില്ല. ആർക്കും. എല്ലാം പിന്നീട് പലരുടെ കൈകളിൽ നിന്ന് തട്ടിച്ചെടുത്തും പറിച്ചെടുത്തും പലരും കൈവശമാക്കി. അതെല്ലാം എല്ലാവരുടെയും കയ്യിലേക്ക്, പലരുടെ കയ്യിലേക്ക് മാറി. അതിൻ്റെ പ്രയോജനം ആർക്കും കാര്യമായി കിട്ടിയില്ല. എത്ര സമ്പാദിച്ച് കൂട്ടിയാലും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, ആളിൽ നിന്ന് വേറൊരാളിലേക്ക് അങ്ങനെ കൈമോശം വന്ന് പോവുകയുള്ളൂ. ഇന്ന് എൻ്റേത് എന്ന് പറയുന്ന ഭൂമി നാളെ എൻ്റേതെന്ന് പറയുന്ന വേറൊരാളായിരിക്കും. ഇന്ന് എൻ്റേതെന്ന് പറയുന്ന വീട് നാളെ അത് വേറൊരാളുടേതായിരിക്കും. ഇന്ന് എൻ്റേത് എന്ന് ഞാൻ കരുതുന്നതായ പലതും എൻ്റേതായിരിക്കുകയില്ല, വേറൊരാളുടേതായിരിക്കും. കാരണം ഏത് മനുഷ്യനും ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുന്നവനാണ്. ഏത് മനുഷ്യനും ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോകുന്നവനാണ്. മറക്കരുത്, നമ്മുടെ ജീവിതത്തിൽ ഒന്നും ശാശ്വതമല്ല. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടാൽ നമുക്ക് ഒന്നും നഷ്ടമാവുകയല്ല, നമുക്കെല്ലാം തിരികെ കിട്ടുകയാണ്. ഒന്നും നഷ്ടമാവുകയില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ സന്തോഷങ്ങൾ നഷ്ടമാവുകയില്ല, നിങ്ങളുടെ കുടുംബജീവിതം നഷ്ടമാവുകയില്ല, നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ ഭർത്താവോ നഷ്ടമാവുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഭാര്യ യോഗത്തിന് പോകുന്നതിൽ അതൃപ്തി കാണിക്കുന്ന ഭർത്താവുണ്ട്, ഭർത്താവ് കൂട്ടായ്മയ്ക്ക് പോകുന്നതിൽ അതൃപ്തി കാണിക്കുന്ന ഭാര്യയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ എത്രത്തോളം കർത്താവിന് വേണ്ടി ചെലവഴിക്കപ്പെടുന്നുവോ അത് ഭാഗ്യം. നിങ്ങളുടെ മക്കൾ കർത്താവിന് വേണ്ടി ചെലവഴിക്കപ്പെട്ടാൽ ഭാഗ്യം. യേശുവിന് വേണ്ടി നിങ്ങളുടെ മക്കൾ ഓടുന്നെങ്കിൽ ഭാഗ്യം.
യേശുവിന് വേണ്ടി നിങ്ങളുടെ ഭർത്താവ് ഓടുന്നെങ്കിൽ മഹാഭാഗ്യം. യേശുക്രിസ്തുവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഭാര്യ അതിനുവേണ്ടി അധ്വാനിക്കുന്നെങ്കിൽ മഹാഭാഗ്യം. യേശുക്രിസ്തുവിൻ്റെ വേലയെ പ്രതി, യേശുക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി കർത്താവിൻ്റെ മക്കളെ ശുശ്രൂഷിക്കുവാനോ, കർത്താവിൻ്റെ മക്കളെ പരിചരിക്കുവാനോ, കർത്താവിൻ്റെ മക്കൾക്ക് ആഹാരം കൊടുക്കുവാനോ ഒരു വീട്ടമ്മ തയ്യാറായാൽ അവൾ ഭാഗ്യവതി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഞങ്ങളുടെ പള്ളിയിൽ വരുന്ന സുവിശേഷകരെല്ലാം അമ്മയോട് വിളിച്ചുകൊണ്ട് വരുമായിരുന്നു. സുവിശേഷകർ വരുന്നവർ ആരെല്ലാം വന്നാലും അമ്മ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ താമസിപ്പിക്കും, ഭക്ഷണം കൊടുക്കും. എനിക്ക് തോന്നുന്നു അന്ന് കേരളക്കരയിൽ ഉണ്ടായിരുന്ന സുവിശേഷകർ ബഹുഭൂരിപക്ഷം പേരും ഇവിടെ വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ താമസിച്ചിട്ടുമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് അതിൻ്റെ എല്ലാം ഫലം ഇന്ന് ഞാനാണ് അനുഭവിക്കുന്നത്. ഞാൻ അനുഭവിക്കുന്നു, എൻ്റെ മക്കൾ അനുഭവിക്കുന്നു. ഞാൻ ഭൗതികമായി കാര്യം നിങ്ങളോട് പറയുകയാണ്. ഭൗതികമായി നിങ്ങൾക്കൊന്നും നഷ്ടമാവുകയില്ല. ആത്മീയമായിട്ടോ നിങ്ങൾക്ക് നിത്യവും പ്രാപിക്കാൻ സാധിക്കുകയും ചെയ്യും. എല്ലാം വിട്ടുകളയുക, എല്ലാം കൈകളിൽ നിന്ന് വിട്ടുകളയുക. യേശുക്രിസ്തുവിനെ നിങ്ങളുടെ നാഥനായി നിങ്ങൾ സ്വീകരിക്കുക. യേശുക്രിസ്തുവിന് നിങ്ങളുടെ ഹൃദയം കൊടുക്കുക. അന്ന് ആ യുവാവ് ദുഃഖിതനായി പോയി കളഞ്ഞതുപോലെ നിങ്ങളാരും ദുഃഖിതരായി പോകേണ്ടവരല്ല. നിങ്ങൾ ഓരോരുത്തരും കർത്താവായ യേശുവിനെ കൈക്കൊണ്ട് യേശു വരുന്നതായ സ്നേഹവും വിശ്വാസവും അനുഭവിച്ച് നിങ്ങൾ സൗഭാഗ്യ ജീവിതം നയിക്കേണ്ടവരാണ്. സമാധാന ജീവിതം നിങ്ങൾക്ക് ലഭിക്കും. ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ ചെലവഴിച്ചുകൊള്ളൂ. ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ സമയം ചെലവഴിച്ചുകൊള്ളൂ. ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ മൈറ്റ്, നിങ്ങളുടെ ശക്തി ചെലവഴിച്ചുകൊള്ളൂ. ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ കഴിവ് ചെലവഴിച്ചുകൊള്ളൂ. ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ വൈദഗ്ധ്യം ചെലവഴിച്ചുകൊള്ളൂ. ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ വിദ്യാഭ്യാസം ചെലവഴിച്ചുകൊള്ളൂ. ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ശരീരം ചെലവഴിച്ചുകൊള്ളൂ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ബുദ്ധി ചെലവഴിച്ചുകൊള്ളൂ. ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾക്കുള്ളതെല്ലാം ചെലവഴിക്കൂ. എല്ലാം ക്രിസ്തുവിന് വേണ്ടി. യേശുവേ, എല്ലാം നിനക്ക് വേണ്ടി. കർത്താവിന് സ്തോത്രം. അങ്ങനെ ഒരു പുതിയ തീരുമാനത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുമോ? കർത്താവേ, ഇനി എല്ലാം യേശുവിന്, എല്ലാം യേശുവിന്. എൻ്റെ നിസ്സാരമായി ആയുസ്സും യേശുവിന്, എൻ്റെ ഈ ശരീരം യേശുവിന്, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതം യേശുവിന്. യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. നിൻ്റെ ദിവ്യ ജീവൻ എനിക്ക് വേണ്ടി ചൊരിഞ്ഞു. കർത്താവേ, നീ എനിക്ക് വേണ്ടി തിരക്തം ചൊരിഞ്ഞു. ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപം നീ പോക്കി. ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഇന്ന് നിൻ്റെ തിരക്തത്തിൻ്റെ വിലയാണ് ഞാനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനിതാ എന്നെ നിൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. നിങ്ങൾ സമർപ്പണത്തിലേക്ക് വരുമോ? ജീവനുള്ള ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുമോ? യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹീത ജീവിതം നിങ്ങൾ നയിക്കുമോ? ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുവചനങ്ങൾക്കായി സ്തോത്രം, ദിവ്യാലോചനകൾക്കായി സ്തോത്രം, തിരുസാന്നിധ്യത്തിനായി സ്തോത്രം, അവിടെ നീ മക്കളെ തൊട്ടതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരെയും സമാധാനത്തോടെ എഴുന്നേൽപ്പിക്കണമേ. എല്ലാവരെയും അവിടുത്തെ രണ്ടാമത്തവരിന് വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.